അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 13 സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന 2 നില 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ല സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. വഴി സൗകര്യമുണ്ട്. നേരെ ഫ്രണ്ടിൽ കൂടെ കോൺക്രീറ്റ് റോഡാണ്, വലിയ വാഹനങ്ങൾ വരുന്ന രീതിയിലുള്ള കോൺക്രീറ്റ് റോഡുണ്ട്. വീട് റോഡ് ലെവലിൽ നിന്ന് ചെറിയൊരു താഴ്ചയിലാണ് നിൽക്കുന്നത്. ഇതുണ്ടോ, ഇതുപോലുള്ള വീട്ടിലേക്ക് നല്ല വഴിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇൻ്റർലോക്കൊക്കെ പതിച്ചിട്ടുണ്ട്. മുറ്റത്തിൻ്റെ ഏകദേശം ഒരു പിൻഭാഗം ഒഴിച്ചിട്ട് മുറ്റം 2 സൈഡൊക്കെ ഇതുപോലുള്ള നല്ല അടിപൊളി ഇൻ്റർലോക്കൊക്കെ പതിച്ചിട്ടുണ്ട്. നിലവിൽ താമസക്കാരില്ല ഇപ്പോൾ വീട്ടിൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മുറ്റത്ത് കുറച്ച് ചമ്മൽ, അതുപോലെ തന്നെ ചെറിയ വൃത്തികേടുകളൊക്കെ ഉണ്ടാകും, ചെറിയ മാറാല പൊടികൾ, അങ്ങനെയുള്ള വൃത്തികേടേ ഉള്ളൂ. അല്ലാണ്ട് വീടിനൊരു കുഴപ്പമില്ല. നിലവിൽ താമസക്കാർ ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണത്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഒരു കാർ പോർച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് പതിച്ചിട്ടുണ്ടോ. അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീടാണ്. വീട് നിൽക്കുന്നത് 12 സെൻറ്റ് സ്ഥലത്താണ്. ഇതിനോട് ചേർന്നിട്ട് 1 സെൻറ്റ് സ്ഥലം ഒരു അപ്പുറത്ത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കിണർ കുത്തിയിട്ടുണ്ട്, നാടൻ കിണറുണ്ട്. അപ്പോൾ അത് കൂടാണ്ട് നാടൻ കിണറുണ്ട്. അത് കൂടാണ്ട് അതിൽ പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട്. സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. സിറ്റ് ഔട്ടിൽ ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ട് ചാരുപടി ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ രീതിയിലുള്ള റൂമുകളൊക്കെ ആവറേജ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് കേട്ടോ. 2 ഭാഗം സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് സെറാമിക് ടൈലാണ്. ഇവിടെ ചുമരിലൊക്കെ നല്ല ബിസാസ രീതിയിലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജനൽപ്പൊളികൾ വാതിൽപ്പൊളികളൊക്കെ നല്ല വുഡൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല മരത്തിൻ്റെ കാതിൽ വെച്ചിട്ട് പോളിഷ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഭാഗത്ത് ഇവിടെ ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോറൊക്കെ ഉണ്ട്, നല്ല കൊത്തുപണികൾ ചെയ്തിട്ടുള്ള, പഴയ രീതിയിലുള്ള നല്ല കൊത്തുപണികൾ ചെയ്തിട്ടുള്ള ഡോറാണ് മെയിൻ ഡോറും. അതുപോലെ തന്നെ ജനൽപ്പൊളികളായാലും ഇതൊക്കെ നല്ല ഫുള്ള് വുഡ് വെച്ചിട്ടാണ്. ഒന്നും കൂടെ പെയിൻ്റ് അടിച്ചിട്ട്, ഒരു കോട്ട് പെയിൻറ്റും കൂടെ അടിച്ചിട്ട് ഒരു പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടാണ്. ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, റൂമുകളൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ്. മലപ്പുറം ജില്ലയിലാട്ടോ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ, ഇതിന് എത്രയാണ് വില ചോദിക്കുന്നത്, ഇതെല്ലാം വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. അടിഭാഗത്ത് സിറ്റ് ഔട്ട്, വലിയ ഹാള്, 2 ബെഡ്റൂം, കിച്ചൺ, അതുപോലെ തന്നെ വർക്ക് ഏരിയ, ഒരു കോമൺ ബാത്റൂം. ഇത്തരം ഫെസിലിറ്റിയാണ് അടിഭാഗത്തുള്ളത്. മുകൾ ഭാഗത്ത് 2 ബെഡ്റൂം വരുന്നുണ്ട്, കോമൺ ബാത്റൂമൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ മറ്റൊരു ബെഡ്റൂം വരുന്നുണ്ട്. റൂമുകളൊക്കെ 10, 11, 11, 11 സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ്. ഇതാണ് മറ്റൊരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് വെട്രിഫൈഡ് ടൈല, മാർബോണൈറ്റ് ടൈലാണ്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്, ചുമരിൽ ഇതുണ്ടാവും. ഇതുപോലുള്ള നല്ല വാർഡ്രോബ്, നല്ല അടിപൊളിയായിട്ടുള്ള അലമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീട്ടിലെ കിച്ചണിൽ ഒരുപാട് സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല ക്രോക്കറി ഷെൽഫുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ അടിഭാഗം ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് വെട്രിഫൈഡ് ടൈല. ഇവിടെയൊക്കെ സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ കിച്ചൺ സ്ലാബ് ഉണ്ട്, ഒരുപാട് സ്റ്റോറേജ് കബോർഡ് വർക്കുകളൊക്കെ ഉണ്ട്. അവിടെ ചിമ്മിനിക്കോടുണ്ട്. ഈ കിച്ചണോട് ചേർന്നിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് മാറ്റ് ടൈലാണ്, നല്ല ഗ്രിപ്പുള്ള ടൈലാണ്, നല്ല ബ്രിക്ക് ഡിസൈൻ, വുഡൻ ഡിസൈനിലാണ്. അതുപോലെ തന്നെ ചുമരിലൊക്കെ ഈ ഭാഗത്തൊക്കെ ആയിട്ടൊരു പാതി ഭാഗത്ത് ഇവിടെയൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെയും ഒരുപാട് സ്റ്റോറേജ് ഉണ്ട്. അടിഭാഗത്തൊക്കെ ഒരുപാട് കബോർഡ് വർക്കുകളുണ്ട്. ഇവിടെ ആലുവ ഒരു പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രില്ലെല്ലാം വെച്ച് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. ഇവിടെ കിച്ചൺ സിങ്ക്. ഇത് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ. ഈ വർക്ക് ഏരിയ നല്ല ഏരിയ ഉണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്തതൊന്നുമല്ല, ഇത് മെയിൻ സ്ലാബ് തന്നെയാണ്, വാർത്ത തന്നെയാണ്. നല്ല ബ്രിക്ക്, നല്ല മാറ്റ് ടൈലാണ്. ഇതിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട്. ഇനി ഹാളിനോട് ചേർന്നിട്ട് ഈ ഭാഗത്തായിട്ടാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിന് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു വാൾ ഹാങ് ടൈപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിഭാഗത്ത് കോമൺ ബാത്റൂം വരുന്നുണ്ട്. അപ്പോൾ അടിഭാഗത്ത് ഈ ഒരു കോമൺ ബാത്റൂമാണുള്ളത്. ഇതുണ്ടോ ഹാള്, അവിടെ 2 ബെഡ്റൂം. ഇനി ഇവിടെ നിന്നാണ് സ്റ്റെയർ വരുന്നത്. മുകൾ ഭാഗത്തേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഫുള്ള് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള വെട്രിഫൈഡ് ടൈൽ കേട്ടോ, മാർബോണൈറ്റ് ടൈലാണ് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് ഈ ഒരു ഹാള്, 2 ബെഡ്റൂം, വലിയൊരു ബാൽക്കണി, സിറ്റ് ഔട്ട്, ഒരു സെപ്പറേറ്റ് ടോയ്ലറ്റ്, കുളിമുറിയൊക്കെ വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ഇതാണ് മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂം വരുന്നത്. അൽമാരയ്ക്ക് ഇതുപോലുള്ള ഗ്ലാസ് ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം റൂഫിങ് സ്ലോപ്പിലാട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഇതാണ് മറ്റൊരു ബെഡ്റൂം. ഇവിടെ ഒരു ബാൽക്കണി, സിറ്റ് ഔട്ട് വരുന്നുണ്ട്. ഇവിടെ മറ്റൊരു ബെഡ്റൂം. 2 ബെഡ്റൂമും ഏകദേശം ഒരേ സൈസിലാണ് വരുന്നത്. 10, 11 സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ്. ചുമരിൽ ഇതുപോലുള്ള റാക്ക് അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഇതുപോലുള്ള സ്ലോപ്പിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്.
ഫ്ലോറിംഗ് ഒക്കെ ഉണ്ടോ അടിഭാഗത്തുള്ളതിനേറെ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് തന്നെ മുകൾ ഭാഗം റൂമുകൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഫ്ലോറിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചാരുപടി സിറ്റ് ഔട്ട് ഉണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് നല്ല വ്യൂ ആണ് കണ്ടോ. നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യം ഉണ്ട്. ഫുൾ ഇൻ്റർലോക്ക് ഇട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു വ്യൂ ആണ്. ഇനി നേരെ ഇവിടെ ഈ ഒരു സിറ്റ് ഔട്ട് വരുന്നുണ്ട്. ഈ ഒരു ഹാള് ഇതിൻ്റെയോട് ചേർന്നിട്ട് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടോയ്ലറ്റ്, ഒരു കുളിമുറി, ചുമലിലൊക്കെ നല്ല ഡിജിറ്റൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് വാൾ ഹാങ് ടൈപ്പ് ഒരു വാഷ് ബേസിന് ഇവിടെ ഒരു യൂറോപ്യൻ ക്ലോസറ്റ്, സൈഫോണിക് രീതിയിലുള്ള യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. ഡ്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടിട്ടൊരു ഓപ്പൺ ടെറസ് ഈ ഒരു ഭാഗത്തുണ്ട്. ഇതാണ് മൊത്തത്തിൽ വ്യൂ. മുകൾ ഭാഗത്തൂടെ ആ റോഡ് ഇതിലെ മുകൾ ഭാഗത്തൂടെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ വീട് സൗകര്യങ്ങളുണ്ട്. ഒരു കൊട്ട് പെയിൻ്റൊക്കെ ഒന്ന് കൊടുത്തിട്ട് ഒന്ന് തോത്തി തുടച്ചൊക്കെ ഒന്ന് ഉഷാറാക്കി കഴിഞ്ഞാൽ നല്ല സൗകര്യമുള്ള വീടാണ്. ഇപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ഒരു സെൻറ്റിൽ കിണർ വരുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്നിട്ട് അപ്പുറത്തെ ഒരു സെൻറ്റ് സ്ഥലം ഒരു സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. ഈ വീടിൻ്റെ പിൻഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഈ കാണുന്ന ഈ മരങ്ങൾ, ഈ കവുങ്ങൊക്കെ ഇതിൽ പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ കവുങ്ങുകളുണ്ട്, 3 തെങ്ങുണ്ട്, വലിയൊരു പ്ലാവുണ്ട്, അങ്ങനെ ചെറിയ മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിൻഭാഗത്ത് അടുക്കള ഭാഗത്ത് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട്. മുകൾ ഭാഗം അതിൽ വരുന്നത് റോഡാണ്. ഇവിടെ ഈ സൈഡിൽ ഇവിടെയൊക്കെ കവുങ്ങുകളുണ്ട്, മഹാഗണി അങ്ങനെയുള്ള ചെറിയ മരങ്ങൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് പതിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 13 സെന്റ് സ്ഥലം, അതിൽ നിങ്ങൾ ഈ കണ്ട 2 നില 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു വൃത്തിയുള്ള വീട്. പുതിയ വീടല്ല, വീട് കുറച്ചൊരു പഴക്കമുള്ള വീടാണ്. അപ്പോൾ ഈ 13 സെന്റ് എന്ന് പറയുന്നത് വീട് നിൽക്കുന്നത് 12 സെന്റ്. തൊട്ടടുത്തായിട്ട് അവർ കിണറിന് 1 സെന്റ് സ്ഥലം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കിണർ ഒഴിച്ചിട്ടുണ്ട്. രണ്ടും കൂടെ ചേർത്തിട്ടാണ് 13 സെന്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു വീടുണ്ട്. മലപ്പുറം ജില്ലയിലെ കീശ്ശേരി ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. കീശ്ശേരി, അതായത് കീശ്ശേരി അങ്ങാടിയിൽ നിന്ന് നമ്മൾക്ക് മുണ്ടക്കുളം റോഡിന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. അതുപോലെ തന്നെ എടവണ്ണപ്പാറ കൊണ്ടോട്ടി റോഡിൽ നീറാട് ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് ഒരു എൻട്രൻസ് വരുന്നത്, മുണ്ടക്കുളത്തു നിന്നും ഒരു എൻട്രൻസ് വരുന്നുണ്ട്. മുണ്ടിലാക്കൽ എന്ന് പറയുന്ന സ്ഥലം, മുണ്ടിലാക്കൽ സ്ഥലത്തിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയാണ്. മലപ്പുറം ജില്ലയിലെ കീശ്ശേരിൻ്റെയും മുണ്ടക്കുളത്തിൻ്റെ ഇടയിലായിട്ട് മുണ്ടിലാക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ വീട് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഏരിയ ഉണ്ട്. 13 സെന്റ് സ്ഥലമുണ്ട്, 2 നില വീടുണ്ട്. 37 ലക്ഷം രൂപയാണ് ഇവർ ഉദ്ദേശിക്കുന്ന വില. 37 ലക്ഷം. ഇനി നമുക്ക് കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊക്കെ നീക്കുപൂക്കൾ ഉണ്ടാവും. വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരുപാട് വീടുകൾ നമ്മുടെ CNS മഞ്ചേരി എന്ന നമ്മുടെ ചാനലിൽ ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലിലൂടെ തുടർന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചിരിക്കുള്ളൂ. അധികം ആളുകളും വീട് വിറ്റതിന് ശേഷമാണ് കാണുന്നത്. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ പെട്ടെന്ന് വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.